തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ലഹരിക്കടത്തിൽ പിടിയിലായ ഡോൺ സഞ്ജു മയക്കുമരുന്ന് കടത്തിൽ നേടിയത് കോടികൾ വില വരുന്ന സഞ്ജുവിന്റെ വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. വീടിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ആര്യ, കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒമാനിൽ നിന്ന് വന്നിറങ്ങി കല്ലമ്പലത്തേക്ക് പോകുന്നതിനിടെ ഡോൺ സഞ്ജു എന്ന സഞ്ജയെയും കുടുംബത്തെയും പോലീസ് പിടികൂടുന്നത്. ഇവരുടെ പക്കൽ നിന്ന് 2 കോടി രൂപ വിലമതിക്കുന്ന MDMA പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണമാണ് തിരുവനന്തപുരം റൂറൽ പോലീസ് നടത്തുന്നത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഡോൺ സഞ്ജുവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇത് ഈ വർക്കലയിൽ ഡോൺ സഞ്ജു നിർമ്മിക്കുന്ന വീടാണ്. ഈ വീടിന് ഏതാണ്ട് 2 കോടി രൂപ വിലമതിക്കും എന്നാണ് പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത്. സമാനമായ രീതിയിൽ മറ്റൊരു വീട് ഇയാളുടെ സഹോദരനും നിർമ്മിക്കുന്നുണ്ട്. സഹോദരനും നേരത്തെ മയക്കുമരുന്ന് കേസിൽ പിടിയിലായിട്ടുള്ള ആളാണ്. ഇപ്പോൾ പോലീസ് വിലയിരുത്തുന്നത് ഒരു വർക്കലയിൽ ഇടത്തരം കുടുംബത്തിൽ ജനിച്ച സഞ്ജയ് വളരെ പെട്ടെന്നാണ് സമ്പന്നനായത്. അപ്പോൾ ഇയാളുടെ യാത്രാരേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ മാസത്തിൽ 3-4 തവണയും വിദേശത്ത് പോകുന്നതായിട്ടൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വിദേശത്ത് നിന്ന് സ്ഥിരമായി ഇയാൾ മയക്കുമരുന്ന് MDMA കേരളത്തിലെത്തിക്കുന്നു. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മൊത്ത കച്ചവടക്കാരനായി ഇയാൾ മാറിയിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ കോടികൾ ഇയാൾ സമ്പാദിച്ചതായും പോലീസ് വിലയിരുത്തുന്നുണ്ട്. ഇയാൾ ഏതായാലും കസ്റ്റഡിയിൽ വാങ്ങിച്ച് വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. സിനിമാ മേഖലയിലടക്കം ഈ MDMA വിതരണം ചെയ്യുന്ന ശൃംഖലയിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളാണ് സഞ്ജു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അപ്പോൾ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. പക്ഷേ ഇയാളുടെ യാത്രാരേഖകൾ വെച്ച് നോക്കുമ്പോൾ ഇയാൾ ഒട്ടനവധി തവണ വിദേശത്തേക്ക് പോയിട്ടുണ്ട്. മാത്രമല്ല പിടിക്കപ്പെടാതിരിക്കാൻ വിമാനത്താവളങ്ങൾ മാറിയാണ് ഇയാൾ പോകുന്നത്. നെടുമ്പാശ്ശേരിയിൽ ഒരു തവണ നെടുമ്പാശ്ശേരി വഴിയാണെങ്കിൽ മറ്റൊരു തവണ തിരുവനന്തപുരം വഴിയാകും. അതല്ലാതെ മറ്റ് വിമാനത്താവളങ്ങൾ വഴിയും ബംഗളൂരു വിമാനത്താവളം വഴിയൊക്കെ ഇയാൾ വിദേശത്തേക്ക് പോയിട്ടുള്ളതായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും സഞ്ജു നേരത്തെ തന്നെ മയക്കുമരുന്ന് കേസിൽ പിടിയിലായിട്ടുള്ള ആളാണ്. വളർത്തുനായകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട അതിൻ്റെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുകയും അതറിഞ്ഞ് പോലീസ് എത്തുമ്പോൾ ഈ വളർത്തുനായകളെ തുറന്നുവിട്ട് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവമൊക്കെ ഇയാളുടെ പേരിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട MDMA കടത്തുകാരൻ, അതുമാത്രമല്ല അന്താരാഷ്ട്ര സംഘങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു പ്രധാനപ്പെട്ട മയക്കുമരുന്ന് കച്ചവടക്കാരൻ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ സഞ്ജുവിനെ പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ആര്യ.